ഈ രാജ്യത്തെ കർഷകർ ഭീകരവാദികളാണെന്ന്. I fight the BJP. I fight the ideology of the RSS every single day. ഞാൻ ബിജെപിക്കെതിരെ പോരാടുന്നു. RSS പ്രത്യയശാസ്ത്രത്തിനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നു. Every step I take, I'm telling you, every step I take, the BJP attacks me. ഞാൻ മുൻപോട്ടെടുക്കുന്ന ഓരോ പടിക്കും എൻ്റെ ഓരോ കാൽവെപ്പിനും RSSനെയും BJPയെയും എതിരിട്ടുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്ന ഓരോ നിമിഷവും BJPയും RSSും എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. Right now they are watching this speech and they're saying, okay, what is it that we can say to attack him? ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രസംഗം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ ആലോചിക്കുകയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഇപ്പൊ എന്താണ് പറയാൻ സാധിക്കുന്നതെന്ന്. So there's one thing I don't understand. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. Why is it that the cases that are there against the left front government, against a person who works in the chief minister's office, are progressing so slowly? എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്നെ ഓരോ നിമിഷവും അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കെതിരെയുള്ള കേസുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. Why is it taking so long? എന്തുകൊണ്ടാണ് ഇത് ഇത്ര കാലം എടുക്കുന്നത്? Why is the CBI, the ED, all these other institutions not attacking the left front? എന്തുകൊണ്ടാണ് CBI, ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കാത്തത്? I am a bit confused about this. എനിക്ക് ഇതിനെപ്പറ്റി ഒരു വലിയ ആശയക്കുഴപ്പമുണ്ട്. Because I know when you fight the BJP attacks you all the time, 24 hours a day. കാരണം എനിക്കറിയാം, നിങ്ങൾ BJPയെ എതിരിട്ടാൽ, BJPക്കെതിരെ സംസാരിച്ചാൽ 24 മണിക്കൂറും BJP നിങ്ങളെ ആക്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. There is only one reason the BJP is going slow on these cases. BJP എന്തുകൊണ്ടാണ് ഈ കേസുകളെ പറ്റി വളരെ പതുക്കെ സാവധാനം മെല്ലെ പോകുന്നത്? അതിനൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. You can figure out what that reason is. ആ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. The most dynamic state of Kerala has its youngsters wondering why they can't get jobs. കേരളത്തിലെ ഏറ്റവും ഊർജ്ജസ്വലരായ, കേരളത്തിന്റെ ഊർജ്ജസ്വലതയ്ക്ക് ഒരു പ്രധാന കാരണം ഇവിടുത്തെ ചെറുപ്പക്കാരാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കിട്ടാൻ സാധിക്കാത്തത്. Dynamic state with the most brilliant youngsters, and they are asking themselves, why is it that we can't get a job? ഏറ്റവും അധികം ഊർജ്ജസ്വലമായ ഒരു സംസ്ഥാനം, വളരെ ബുദ്ധിയുള്ള, ബ്രില്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കഴിവുള്ള, സാമർഥ്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംസ്ഥാനം. പക്ഷെ അവർ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാത്തത്. The left front said they will make Kerala perfect. ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് അവർ കേരളത്തെ മനോഹരമാക്കും, പൂർണ്ണമാക്കും, പെർഫെക്റ്റ് ആക്കും, ഏറ്റവും മികച്ചതാക്കും. Question is, perfect for whom? ചോദ്യം ഇതാണ്, ആർക്കു വേണ്ടിയാണ് മികച്ചത്? Perfect for the people of Kerala or perfect for the left organization? കേരളത്തെ ഏറ്റവും മികച്ചതാക്കും, കേരളത്തിൽ എല്ലാം ശരിയാക്കും എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കേണ്ടതുണ്ട്, ആർക്കു വേണ്ടി? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ അതോ ഇടതുപക്ഷ സംഘടനയ്ക്കും പാർട്ടിക്കും വേണ്ടിയോ? If you're one of their people, every single job is available to you. നിങ്ങൾ അവരുടെ ഒരാളാണെങ്കിൽ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജോലിയും നിങ്ങൾക്ക് ലഭ്യമാണ്. If you carry their flag, any amount of smuggling of gold is allowed. നിങ്ങൾ അവരുടെ കൊടി പിടിക്കുകയാണെങ്കിൽ ഏതളവ് വരെ സ്മഗ്ലിംഗ്, സ്വർണ്ണക്കള്ളക്കടത്തും അനുവദിക്കാം. You can sit in the chief minister's office and do that job. നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ആ ജോലി ചെയ്യാൻ പറ്റും. But if you are a young Keralite, then you have to protest and shout and scream to try and get your right. പക്ഷേ ഇതൊന്നുമല്ലാതെ കൊടി പിടിക്കാത്ത ഒരു ചെറുപ്പക്കാരിയായ മലയാളിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലിരുന്ന് ഉറക്കെ നിലവിളിക്കണം, അവിടെ ഉറങ്ങണം, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ ഇരുന്ന് പോരാടേണ്ടി വരും. Then there is only one way to fight nepotism. It is called a hunger strike. അങ്ങനെ വരുമ്പോൾ സ്വജനപക്ഷപാതത്തെ എതിരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, അതാണ് നിരാഹാര സത്യാഗ്രഹം.
then the chief minister does not care if you die, he's not going to come and speak to you. നിരാഹാര സത്യാഗ്രഹം കിടക്കുന്നവർ മരിക്കാൻ പോയാലും നമ്മുടെ മുഖ്യമന്ത്രിക്ക്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് അതിനെപ്പറ്റി യാതൊരു ആകുലതയുമില്ല. അദ്ദേഹം നിങ്ങളോട് വന്ന് സംസാരിക്കാനും പോകുന്നില്ല. Why? Because you're not a left front worker. എന്തുകൊണ്ടാണ്? കാരണം നിരാഹാരം സത്യാഗ്രഹം കിടക്കുന്നവരും മരിക്കാൻ പോകുന്നവരും ഇടതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കുന്നവരല്ല എന്ന ഒറ്റ കാരണം കൊണ്ട്. I guarantee you, if those youngsters were left front workers, the chief minister would be sitting there talking to them right now. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഉറപ്പായിട്ട് എനിക്ക് പറയാൻ സാധിക്കും, അവിടെ നിരാഹാരം ഇരിക്കുന്നവർ, സമരം ഇരിക്കുന്നവർ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ടവരായിരുന്നെങ്കിൽ, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അവിടെ വന്നിരുന്ന് അവരോട് തീർച്ചയായും സംസാരിച്ചിരുന്നിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. Giving them every single job that they don't deserve. അവർക്ക് അത് മാത്രമല്ല, അവരോട് സംസാരിക്കാൻ മാത്രമല്ല, അവർക്ക് അർഹതയില്ലാത്ത ഓരോ ജോലിയും അദ്ദേഹം കൊടുത്തിരുന്നിരിക്കും. And when the Congress workers and the people of Kerala try to fight non-violently, you beat them and you kill them. അത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ, കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെയൊക്കെ അഹിംസാത്മകമായി അക്രമമില്ലാതെ പോരാടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അവരെ മർദ്ദിക്കുന്നു, നിങ്ങൾ അവരെ കൊല്ലുന്നു. Don't worry, there are many Congress workers who will continue to fight you. You can kill as many of us as you want. അത് ഒന്ന് ഓർക്കണം, ഇവിടെ ധാരാളം കോൺഗ്രസ് പ്രവർത്തകരുണ്ടാവും നിങ്ങൾക്കെതിരെ പോരാടാൻ. അവർ ആ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. We are not scared of your violence. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അക്രമത്തെയും ഹിംസയും We are not scared of your methods. നിങ്ങളുടെ രീതി, നിങ്ങളുടെ അക്രമത്തിന്റെ രീതി, അത് ഞങ്ങൾക്ക് അല്പം പോലും പേടിയില്ല. But we will never use them. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഈ നിങ്ങളുടെ അക്രമത്തിൻ്റെതായ പാത ഞങ്ങൾ ഉപയോഗിക്കില്ല. So that is the broad situation in the state. അതാണ് ഈ സംസ്ഥാനത്തെ നമ്മൾ വിശദമായി പറയുന്ന ഇവിടുത്തെ ഒരു സാഹചര്യം. അതാണ് we are building a people's manifesto. നമ്മൾ ജനങ്ങളുടേതായ ഒരു പ്രകടന പത്രിക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. It is not a UDF manifesto, it is a manifesto of the people of Kerala. അത് UDFന്റെ പ്രകടന പത്രികയല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രകടന പത്രികയാണ്. We are meeting thousands and thousands of people, asking them what they want the UDF government to do for them. നമ്മൾ ആയിരക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് ചോദിക്കുകയാണ്, UDF ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കേരളത്തിലെ ആയിരക്കണക്കിന് ജനങ്ങളെ കണ്ട് അവരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. And you are telling us what you want us to do. അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് മറുപടി പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ ഞങ്ങളോട് പറയുകയാണ്. In some time you will see the result of this work that we have done. കുറച്ചു കാലത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പരിണിത ഫലം എന്താണ്, ഇതിന്റെ ഫലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. You will have a document that we can all be proud of, and it will contain the voice of the people of Kerala. ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു രേഖ, കേരളത്തിന്റെ വികസനത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ള ഒരു പ്രകടന പത്രിക നമുക്കുണ്ടാവും. അത് പ്രതിനിധാനം ചെയ്യുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദത്തെ ആയിരിക്കും. In that document will be the idea of Nyay, a minimum amount of money that we will guarantee to all our people. ആ പ്രകടന പത്രികയിൽ ന്യായ പദ്ധതി എന്ന് പറയുന്ന ആശയം ഉണ്ടായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന വേതനത്തിനെ പറ്റിയുള്ള ആശയം കൃത്യമായി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about cashless treatment for our people. അതിലൊരു വരി ഉണ്ടാവും, ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ്, പൈസ കൊടുക്കാത്ത ചികിത്സയെ പറ്റി സംസാരിക്കുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. There will be a line that will speak about insurance for everybody. എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഉണ്ടാവും. And I guarantee you, there will be no line in that manifesto that will say, we will work with people who are trying to destroy the lives of fishermen. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കുന്നു, ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഉണ്ടാവില്ല. There will be no line over there that will say we are going to destroy the lives of the farmers like
our Prime Minister is trying to do. ആ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഈ നാട്ടിലെ കർഷകരുടെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണെന്ന് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പറയുന്നത് പോലെയുള്ള ഒരു വരി ആ പ്രകടന പത്രികയിൽ And there'll be ഉണ്ടാവില്ല. no line in our manifesto that will say that everything we do is for our organization. ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഒരു വരി ഉണ്ടാവില്ല. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വരി ആ പ്രകടന പത്രികയിൽ ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. And it is going to be our commitment to make sure that what we promise, we do for you. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് വാഗ്ദാനം നൽകുന്നുവോ അത് ഞങ്ങൾ തീർച്ചയായും നടപ്പിലാക്കിയിരിക്കും എന്ന് കേരളത്തിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഞങ്ങൾ പറയുന്ന ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും, പ്രകടന പത്രികയായിരിക്കും അത്. It is not going to be empty words, it is going to be a guarantee. അത് ഒരിക്കലും പൊള്ളയായ വാക്കുകളും വാഗ്ദാനങ്ങളും ആയിരിക്കില്ല. അത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകളായിരിക്കും. Finally, I would like to mention one last thing, which is possibly the most important thing. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായിരിക്കാം. I spoke about how both the state government and the central government are weakening the common man. ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും സാധാരണ മനുഷ്യരെ, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. Destroying small and medium businesses, destroying shopkeepers, destroying farmers. നമ്മുടെ ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ, നമ്മുടെ കർഷകരുടെ, നമ്മുടെ കച്ചവടക്കാരെയൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. I want you to ask yourself a simple question. ഞാൻ നിങ്ങളോട് സ്വയം ഒരു ലളിതമായ ചോദ്യം സ്വയം ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. The price of oil internationally is down, is falling. നിങ്ങൾക്കറിയാം, ഇന്ധനവില അന്തർദേശീയ തലത്തിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്, കുറവാണ്. But the price of petrol and diesel in India keeps going up. പക്ഷേ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. Thousands and thousands of crores of rupees are being taken from your pockets every single day. ഓരോ ദിവസവും നിങ്ങളുടെ പോക്കറ്റുകളിൽ, നിങ്ങളുടെ എല്ലാവരുടെയും പോക്കറ്റുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടിക്കണക്കിന് രൂപ എടുത്തുകൊണ്ടിരിക്കുകയാണ്. From the pockets of farmers, from our youth, from our sisters, from our mothers. Thousands and thousands of crores are being taken away by the governments. നമ്മുടെ കർഷകരിൽ നിന്ന്, നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്ന്, നമ്മുടെ അമ്മമാരിൽ നിന്ന്, നമ്മുടെ സഹോദരിമാരിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ അനുദിനം അവരുടെ പോക്കറ്റുകളിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. Where is this money going? ഈ പൈസ എവിടേക്കാണ് പോകുന്നത്? To whom is this money being given? ഈ പൈസ ആർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? It is going to the richest people in the land. അത് ഈ പൈസ, നിങ്ങളുടെ പോക്കറ്റുകളിൽ നിന്ന് അനുദിനം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പൈസ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാരുടെ കയ്യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Every single day when you go and fill fuel in your scooter, in your tractor, in your car, remember this, that your governments, both the state government and the central government, are taking money from your pocket and giving it to the richest people in the country. ഓരോ ദിവസവും നിങ്ങൾ പെട്രോൾ പമ്പിൽ നിങ്ങളുടെ സ്കൂട്ടറിൽ ഇന്ധനം നിറയ്ക്കാൻ, പെട്രോൾ അടിക്കാൻ, ട്രാക്ടറിൽ പെട്രോൾ അടിക്കാൻ, കാറിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ പണക്കാർക്ക് നിങ്ങളുടെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഓരോ ദിവസവും, ഓരോ പ്രാവശ്യവും നിങ്ങൾ ഓർക്കുക. This is the politics that we are trying to change. ഈ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നത്. We want to go to a politics that works for poor people. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക്, ദരിദ്രർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. Not for our organization or for the richest people in the country. ഒരിക്കലും ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത്. ഈ രാജ്യത്തെ അതിസമ്പന്നരായ ആളുകൾക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമല്ല അത്. ഈ രാജ്യത്തെ ദരിദ്രർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയമാണത്. That is the difference between us and our opponents. അതാണ് നമ്മളും നമ്മളുടെ എതിരാളികളും തമ്മിലുള്ള വ്യത്യാസം. I'd like to thank all of you for coming here this evening. ഇവിടെ വന്നതിന് നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And I'm confident, I'm very confident that all the workers and leaders of the UDF are going to make sure that we sweep the election
in Kerala and form a government of the people. Thank you. എനിക്ക് ആത്മവിശ്വാസമുണ്ട് UDFന്റെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ ഇവിടെ തൂത്തുവാരി കേരളത്തിൽ UDFന്റെ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നന്ദി. ജയ് ഹിന്ദ്.